എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ സോറോ അവന്റെ 3 സ്ക്വാഡും എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഒസോപ്പിന്റെ കയ്യിലും അവനൊരു സ്ക്വാഡ് വെച്ചു കൊടുക്കും. സോറോ പറയും, അനങ്ങാൻ പാടില്ല, നിന്റെ മൂവ്മെന്റുകൾക്ക് അനുസരിച്ച് നീയും കറക്റ്റായിട്ട് ഫ്ലെക്സിബിളായി നിൽക്കണം. ഒസോപ്പ് നിലവിളിച്ച് കരയും. കാരണം അവനാണെങ്കിൽ ആ 2 വില്ലന്മാരെയും ഭയങ്കര പേടിയാണ്. ഇവിടെ വില്ലന്മാർക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അഭ്യാസമൊക്കെ കണ്ട് ഇപ്പൊ ചിരിയായിരിക്കും വരിക. ഉസോപ്പിന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടാനായിട്ട് തുടങ്ങും. സോറോ ആണെങ്കിൽ ഈ ഉസോപ്പിനെ തൂക്കിയെടുത്ത് 2 വില്ലന്മാർക്ക് നേരെ എടുത്തു ചാടും. അതിനുശേഷം അവരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സോറോ ഒരുപാട് നേരം അവന്റെ വാള് വെച്ച് അച്ചറം പൊച്ചറം വെട്ടും. പക്ഷേ അതിൽ നിന്നെല്ലാം ആ വില്ലന്മാര് ജസ്റ്റ് മിസ്സായി. ഉസോപ്പിന്റെ മുഖത്ത് ആഞ്ഞൊരടി. അവന്റെ തലയിലൂടെ നക്ഷത്രമൊക്കെ തിളങ്ങി പിരി ലൂസായി അങ്ങനെ കരയാനായിട്ട് തുടങ്ങും. പക്ഷെ സോറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവൻ വീണ്ടും വീണ്ടും ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ വില്ലന്മാരാണെങ്കിൽ നമ്മുടെ ഉസോപ്പിനെ തന്നെ ലക്ഷ്യം വെച്ച് അവരുടെ ഓരോ പഞ്ചും അവന്റെ മർമ്മത്തിന് തന്നെ ഇട്ട് കൊടുക്കും. അവസാനം ഉസോപ്പിന്റെ നിലവിളി അത് സഹിക്ക വയ്യാതെ ഒരു 2 സെക്കൻഡ് ഇപ്പൊ നമ്മുടെ സോറോ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യും. സോറോ പറയും, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അനങ്ങാൻ നിൽക്കാൻ. എന്റെ മൂവ്മെന്റുകൾക്കൊത്ത് നീ കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ ബോഡിയിൽ പഞ്ച് വീഴില്ല. ഓസോ പൊറപ്പിച്ച് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇനി ഇങ്ങനെ ജീവൻ വെച്ച് കളിക്കാൻ. ഇവിടെ ആ വില്ലന്മാരും ഇപ്പൊ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. കട്ട് ചെയ്താ ഇവിടെ ചോപ്പർ ആണെങ്കിൽ അതിലും വലിയൊരു കെണിയില് പെട്ട് കിടക്കാണ്. കാരണം ആ മുടിയൻ വില്ലൻ അവൻ ഫുഡൊക്കെ കഴിച്ച് കൊഴുത്ത് ഒരാനക്കുട്ടിയെ പോലെ നമ്മുടെ ചോപ്പറിന് മുൻപിൽ നിൽക്കും. ചോപ്പറിനാണെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് അവന്റെ വയറ് അത് ബോൾ പോലെ മുകളിലേക്കും താഴേക്കും പോവും. അതുപോലെ തന്നെ അവന്റെ ഫേസ് അതിന്റെ ഷേപ്പും ഒരു ഉണ്ട മത്തങ്ങ പോലായി. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വില്ലന് യാതൊരു കുഴപ്പമില്ല. അവൻ ഫുൾ പവറില് ചോപ്പറിനെ മലർത്തി അടിക്കാൻ തയ്യാറായി കഴിഞ്ഞു. വില്ലനാണെങ്കിൽ അവന്റെ റാഡ് കയ്യിലെടുക്കും. ഞാനിപ്പോ പഴയതുപോലായി മാറാൻ പോവാണ്. ഡൈജസ്റ്റിക് അപ്ലോഡ് എന്ന് അവൻ നിലവിളിക്കും. ഉടനെ അവന്റെ തടിച്ച ബോഡിയൊക്കെ മാറി അവൻ പഴയതുപോലെ ആ സീലിംഗ് ബ്യൂട്ടിയായി മാറും. ചോപ്പറിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇവനെങ്ങനെ ഇങ്ങനെ ചേഞ്ചായി? പക്ഷെ ചോപ്പറിനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. ചോപ്പർ ചോദിക്കും, പ്ലീസ് എനിക്ക് വേണ്ടി ഒരു തവണ കൂടെ അങ്ങനെ ചെയ്യോ? അത് കേൾക്കേണ്ട താമസം അവൻ വീണ്ടും അവന്റെ സൈസ് വലുതാക്കും, ചെറുതാക്കും. അതിനുശേഷം അവൻ ഈ പവർ എങ്ങനെ കിട്ടി, അവനത് എങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ തുടങ്ങും. ചോപ്പർ ആണെങ്കിൽ അവന്റെ എബിലിറ്റിയും കഴിവൊക്കെ കേട്ട് ഷോക്കാവും. ആക്ച്വലി അവൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ചോപ്പർ ഓൾറെഡി ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ചോപ്പർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ ബയോ ഫീഡ്ബാക്കിന്റെ പവർ ഉണ്ടോ? ആ ഒരു പവർ ഉപയോഗിച്ചാണോ നീ നിന്റെ മുടി അത് ഓക്ടോപ്പസിനെ പോലെ നിവർത്തി പിടിച്ച് കൺട്രോൾ ചെയ്യുന്നത്? ഒടിയനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഓക്ടോപ്പസ് എന്ന് വിളിച്ച് കളിയാക്കും. എന്റെ മുടിയുടെ പവർ അതിപ്പോ നീ അറിയുന്നു പറഞ്ഞ് അവന്റെ മുടി ഉപയോഗിച്ച് ചോപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ചോപ്പർ ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ എവിടേക്കൊക്കെ ഓടിയാലും മുടിയാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്യാണ്. ചോപ്പർ മനസ്സിലാക്കും, ഇനിയും അവനെ റെസിസ്റ്റ് ചെയ്ത് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്റെ പവർ അവൻ തിരിച്ചറിയണമെന്ന് പറഞ്ഞ് ഒരൊറ്റ ഇടി കൊടുക്കും. ആ ഒരു ഇടി വില്ലനാണെങ്കിൽ അവന്റെ അയൺ ബോഡി വെച്ച് ബ്ലോക്ക് ചെയ്യും. ചോപ്പർ ആണെങ്കിൽ അവന്റെ കൈ തകർന്നു പോയ വേദനയില് നിലവിളിച്ച് കരയും. ചോപ്പർ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല, ആ റംബിൾ ബോള് അതെടുത്ത് വായിലേക്കിടും. 6 മണിക്കൂർ ഇടവിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ പവർ അത് കൂട്ടാൻ കഴിയും. ഉടനെ വില്ലൻ അവൻ ഫയർ വെച്ച് ഇപ്പൊ ചോപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ചോപ്പർ അവന്റെ സൈസ് ചെറുതാക്കി ഉഷാറായിട്ട് ചാടി ഓടും. ചോപ്പർ ആണെങ്കിൽ അവന്റെ റംബിൾ ബോളിന്റെ പവർ അത് കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് ആ വില്ലനെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ, ആ റംബിൾ ബോളിന്റെ എഫക്റ്റ് കൂടി നമ്മുടെ ചോപ്പറിന് അവന്റെ പഞ്ചും അവന്റെ ബോഡിയൊന്നും കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയില്ല. അവൻ എങ്ങനെയൊക്കെയോ അതൊക്കെ ഫോക്കസ് ചെയ്ത് ആ വില്ലന്റെ അടുത്ത് വരുമ്പോഴേക്കും വില്ലൻ അവനെ ചാടി വന്ന് ഒരു കിക്ക് വെച്ച് കൊടുക്കും. ആ ഒരു കിക്കില് പാവം നമ്മുടെ ചോപ്പർ തെറിച്ചു പോയി ചുമരിൽ ഇടിച്ച് താഴേക്ക് വീഴും. ആ റൂമാണെങ്കിൽ കത്തി എരിയാൻ തുടങ്ങും. ചോപ്പറിന് അവന്റെ ക്ഷമ നശിക്കും. എത്രയും പെട്ടെന്ന് നമ്പർ 2 കീ അത് കണ്ടെത്തണം. ഇൻ കേസ് ഇവന്റെ കയ്യിലുള്ള കീ അത് നമ്പർ 2 അല്ലെങ്കിൽ വെറുതെ ആയിരിക്കും ഇവനോട് ഫൈറ്റ് ചെയ്യുന്നത്. നമ്പർ 2 കീ കിട്ടിയെങ്കിൽ മാത്രമേ ഉസോപ്പിനെയും സോറയെയും എനിക്ക് രക്ഷിക്കാൻ കഴിയൂ. അവരുടെ ഹാൻഡ് കഫ് അഴിച്ചാൽ മാത്രമേ റോബിന്റെ കീ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയൂ. എന്തൊക്കെ വന്നാലും ഉറപ്പായിട്ടും ഞാൻ ആ കീ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ചോപ്പർ ഇപ്പോ വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ഇടാൻ റെഡിയായി കഴിഞ്ഞു. മുടിയൻ വില്ലൻ ആണെങ്കിൽ ചോപ്പറിന്റെ അവസ്ഥ കണ്ട്
സഹതാപം തോന്നും. ഇവൻ ഇങ്ങനെയൊരു മണ്ടനാണല്ലോ, ഇവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല, സോ ഇവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഒരുപാട് ഫിംഗർ പിസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്യും. അതിലൊരെണ്ണം അവന്റെ നെഞ്ചത്ത് തുളഞ്ഞു കയറിയാൽ തന്നെ ചോപ്പറിന്റെ കാര്യത്തിൽ തീരുമാനാവും. ചോപ്പറിന് മനസ്സിലാവും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവന്റെ ബോഡിയിൽ ഒരുപാട് വലിയ വലിയ മുറിവുകൾ ഉണ്ടാവുമെന്ന്. അവൻ കൈയൊക്കെ മടക്കി അവന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. വില്ലനാണെങ്കിൽ ആ മുഴുവൻ ഫിംഗർ പിസ്റ്റൽസ് ഉപയോഗിച്ച് ചോപ്പറിന് ആഞ്ഞൊരടി. അവൻ കരുതിയതുപോലെ തന്നെ ചോപ്പറിന്റെ ബോഡിയിൽ ഇപ്പൊ ഒരുപാട് പരുക്കൾ പറ്റും. ചോര തുളുമ്പി വേദനയിൽ അവൻ താഴെ വീഴും. ചോപ്പറിന് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത റംബിൾ ബോൾ അത് കഴിച്ച ഗാംബ്ലിംഗ് കളിക്കുന്നത് പോലെയാണ് ഇനി അവന് ആം പോയിന്റ് എന്ന സ്പെഷ്യൽ പവർ അത് കിട്ടിയാൽ മാത്രമേ അത് വെച്ച് വില്ലന്റെ തലക്കടിച്ച് അവനെ ഇല്ലാതാക്കാൻ കഴിയൂ. എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും റംബിൾ ബോൾ കഴിക്കും. പക്ഷെ എന്താ, അവൻ ഒരുപാട് ശ്രമിച്ചിട്ടും ആ ഒരു പവർ അത് മാത്രം പുറത്തേക്ക് വരില്ല. വില്ലൻ വീണ്ടും വീണ്ടും ചോപ്പറിനെ അടിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഓരോ ഭാഗത്തേക്ക് ഓടി ചോപ്പർ ജസ്റ്റ് മിസ്സിന് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് സർവ്വശക്തി എടുത്ത് അറ്റാക്ക് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു പവർ റിലീസ് ആവും. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇന്ന് നിന്റെ അവസാനമാണെന്ന് പറഞ്ഞ് വില്ലന്റെ അടുത്തേക്ക് ചാടി ഓടി അടുക്കും. പക്ഷെ ആ വില്ലൻ അവന്റെ മുടി ഒരു ഭൂതത്തെ പോലെ വിടർത്തി ഫിംഗർ പിസ്റ്റൽ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യും. ചോപ്പറിനെ കൊണ്ടാണെങ്കിൽ അത് സഹിക്കാൻ കഴിയാതെ ഒരല്പ ദൂരം പുറകിലേക്ക് പോവും. എന്നിട്ടും അവൻ വിട്ടുകൊടുക്കില്ല. പക്ഷെ ചോപ്പർ എന്നിട്ടും മുൻപോട്ടേക്ക് തന്നെ ഓടി അടുക്കും. ആ ചെറി ബ്ലോസം പവർ അതിന്റെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ ആ വില്ലനെ ആഞ്ഞെട്ടിക്കും. അവനാണെങ്കിൽ അവന്റെ ബോഡി മുഴുവനായിട്ടും അയൺ പവറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ എന്താ, ചോപ്പറിന്റെ ഫുൾ പവർ എടുത്തുള്ള ഇടിയില് അവന്റെ അയൺ ബോഡി പോലും ഇപ്പൊ വിറയ്ക്കാനായിട്ട് ആരംഭിക്കും. പക്ഷെ എന്നിട്ടും വില്ലൻ താഴെ വീഴില്ല. ചോപ്പറിനെ കൊണ്ടാണെങ്കിൽ നടക്കാൻ പോലും വയ്യ. അവൻ ചോപ്പറിനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് അവന്റെ തലയിൽ ചവിട്ടി അങ്ങനെ ദൂരേക്ക് തെറിപ്പിക്കും. അപ്പൊ ചോപ്പർ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ചോപ്പറിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങള് അതവൻ ഒന്നൊന്നായിട്ട് ആലോചിക്കുകയാണ്. റംബിൾ ബോൾ വെച്ച് ചോപ്പർ എക്സ്പെരിമെന്റ് നടത്തിയപ്പോ ഗ്രാമത്തിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു പോയി. ഉടനെ ഡോക്ടർ അവനെ ഉപദേശിക്കും, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. നീ ഇത്രയും കെയർലെസ് ആണെങ്കിൽ നിന്നെ കൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ കലിപ്പില് അവൾ പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത ചോപ്പർ അവനാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും വില്ലന്റെ അടുത്ത് നിന്ന് ഒരുപാട് അടിയും ഇടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. മുടിയൻ അവന്റെ മുടി ഉപയോഗിച്ച് ഇപ്പൊ ചോപ്പറിന്റെ 2 കൈയും 2 കാലും വലിച്ചു പിടിക്കും. എന്നിട്ട് അവന്റെ കയ്യിലുള്ള റാഡ് അത് ചോപ്പറിന്റെ നെഞ്ചിൽ കുത്തിയിറക്കാൻ അങ്ങനെ വലിച്ചെറിയും. ഇവിടെ ചോപ്പർ ആണെങ്കിൽ കണ്ണടച്ച് റോബിനെ ആലോചിക്കും. കാരണം ചോപ്പർ മരിച്ചുപോയ റോബിനെ രക്ഷിക്കാൻ ആരുമില്ല. ഓട്ടനെ ചോപ്പർ അവന്റെ ചെറിയ സൈസിലേക്ക് മാറി ഇപ്പൊ ഹിർലുക്കിനെ കുറിച്ച് ആലോചിക്കും. അതിനുശേഷം അടുത്ത റംബിൾ ബോളും അവന്റെ വായിലേക്കിടും. ഹിർലുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ ത്യാഗം ചെയ്തവനാണ്. സോ എന്റെ ഫ്രണ്ടിന് വേണ്ടിയെങ്കിലും എനിക്കും എന്റെ ജീവൻ ത്യാഗം ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ഇപ്പൊ ചോപ്പർ അവൻ എല്ലാവരെയും ഒരു സെക്കൻഡ് ഓർത്ത് അങ്ങനെ നിൽക്കും. ചോപ്പറിനാണെങ്കിൽ അവന്റെ കോൺഷ്യസ് നഷ്ടപ്പെടും. ആ ഡബിൾ ഫ്രൂട്ടിന്റെ മുഴുവൻ പവറും പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങും. കാരണം ചോപ്പർ അവൻ ഓൾറെഡി 3 ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞു. ചോപ്പർ നിമിഷങ്ങൾക്കകം വലിയൊരു മോൺസ്റ്ററായി മാറി അലറി കാർന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.